കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ ഏൽപ്പിച്ച ഒരു വചനദൂതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ അല്പസമയം നിങ്ങളോട് സ്തോത്ര കൈമാറുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ദൂത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 49, 50, 51, 52 4 വചനഭാഗത്തെ ഒരാളിന് മൈക്കിൾ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാമല്ലോ? യെസ്. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വായിക്കാം. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. മതി. നല്ല വചനത്തിനായി കരമുയർത്തി കർത്താവിന് നിന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. 4 വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിക്കുമ്പോൾ ഒരപ്പൻ തൻ്റെ മകൻ്റെ രോഗ വിഷയവുമായി യേശുവിൻ്റെ അടുക്കൽ വരുന്നു. ഈ വരുന്ന മനുഷ്യനാര്? ഇവൻ എവിടെ നിന്നാ വരുന്നത്? ഈ മകൻ്റെ രോഗം നാളുകൾ കൊണ്ട് ചികിത്സിച്ചിട്ടും ആ രോഗത്തിന് സൗഖ്യമില്ല. ഒടുവിൽ ഈ മനുഷ്യൻ ഒരു കല്യാണ വീട്ടിൽ വെച്ച് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത് അവൻ നേരിട്ട് കാണുവാനിടയായി. ആരാണ് ഈ മനുഷ്യൻ? വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ രാജഭൃത്യൻ. ആരാണ് രാജഭൃത്യൻ? രാജാവിൻ്റെ ഭൃത്യനായതുകൊണ്ട് അവൻ രാജഭൃത്യനെന്ന് വചനം ഇവിടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ വരുന്നത് കൊട്ടാരത്തിൽ നിന്നാ. ഹലോ, ഈ മനുഷ്യൻ വരുന്നത് കൊട്ടാരത്തിൽ നിന്നാ. എൻ്റെ ചോദ്യം, ബ്രദർ, രാജഭൃത്യ കൊട്ടാരത്തിൽ രാജാവിനെ ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് കൊട്ടാരത്തിൽ ഇല്ലേ? കൊട്ടാരത്തിൽ ആയുർവേദവും അലോപ്പതിയും അതിനാവശ്യമായ സാഹചര്യങ്ങളും മരുന്നുകളും ഇല്ലേ? പോരാഞ്ഞതിന് അവിടെ മന്ത്രവാദികളുണ്ട്, ആമേൻ, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്. കൊട്ടാരത്തിനകത്ത് നിന്റെ തലമുറയുടെ വിഷയത്തിന് നാളിതുവരെ വർഷങ്ങളായി ഒരു മറുപടിയില്ലാതെ ആ വിഷയത്തിനൊരു സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത് ദൃക്സാക്ഷിയായി ഈ രാജഭൃത്യൻ കാണുവാനിടയായി. അന്നു മുതൽ അവൻ യേശുവിനെ ദൈവരക്ഷിതാവായി സ്വീകരിച്ചിരിക്കുക. കാരണം അവനൊരു തീരുമാനം ഉറപ്പിച്ചു, ഇനി ഞാൻ ലോകത്തിന്റെ പുറകിൽ പോകത്തില്ല, വൈദ്യന്റെ പുറകിൽ പോകത്തില്ല. കർത്താവ് ഈ ദേശത്ത് എവിടെയെങ്കിലും വന്നാൽ ഞാൻ യേശുവിന്റെ അടുക്കൽ എൻ്റെ കുഞ്ഞിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ പോകുമെന്ന് ആ മനുഷ്യൻ ഒരുപക്ഷെ തീരുമാനമെടുത്തിരിക്കാം. 46-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്നു ഒരു രാജഭൃത്യൻ കവർഹോമിൽ ഉണ്ടായിരുന്നു. ഹലോ, യേശു എവിടെ ഒരു മിനിസ്ട്രി ചെയ്യുവാൻ കടന്നു വരുമെന്ന് നോക്കി ആ കല്യാണ വീട്ടിൽ വന്ന യേശു, ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ യേശു അവൻ വീണ്ടും വരുമെന്ന് ഈ രാജഭൃത്യന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായി. ഇന്ന് പകൽ അതിനകത്തുനിന്നൊരു
ദൂത് പറയാ. ആമേ ഇന്ന് പകലിൽ സീനായ് ഗോസ്പൽ മിനിസ്ട്രിയിൽ കടന്നു വന്ന പ്രിയ ദൈവത്തിന്റെ പൈതല്, നീ ഒത്തിരി ഭാരം ആമേ ഹൃദയത്തിനകത്ത് വെച്ച് നീ കൊണ്ടുവന്ന വിഷയത്തെ ഇന്ന് പകലിൽ പരിഹരിപ്പാൻ, ആമേ അതിനെ സൗഖ്യമാക്കുവാൻ, നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു വിടുതലയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസമുള്ളവർ, ഉറപ്പുള്ളവർ, ധൈര്യമുള്ളവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യേ. ലോകത്തിൽ നിനക്ക് നിൽക്കുവാൻ കഴിയാത്ത ചില സാഹചര്യം വരുമ്പോൾ ആമേ ഓടി വരുവാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സന്നിധി. ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയി, എല്ലാം അസ്തമിച്ചു പോയെന്ന് പറഞ്ഞ് നീ നിരാശപ്പെടുമ്പോൾ ഒരിക്കലും ആമേ നിന്നെ പുറന്തള്ളി കളയുന്നവനല്ല എൻ്റെ ദൈവമെങ്കിൽ ഈ വചനം കേൾക്കുന്ന സ്നേഹിത, ആമേ നിനക്ക് നേരെ വരുന്ന ചില വിപത്തുകൾ ഈ വചനം പറയുമ്പോൾ അത് ഒഴിഞ്ഞു പോകും. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ, കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇവിടെ ഈ വചന ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ മറഞ്ഞിരിക്കുന്ന ചില പോരുകളെ എൻ്റെ ദൈവം അടിച്ചു തരുവാൻ ഇടയായി തീരും. പ്രത്യാശ നഷ്ടപ്പെട്ടവരായി, വിശ്വാസം തകരപ്പെട്ടവരായി ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, യൂട്യൂബിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ ഇന്ന് പകലിൽ ഇതിനകത്ത് അഴിയുകയോ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില വീടുകൾ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാ. ചില കുടുംബങ്ങളിൽ നിന്റെ തലമുറ ആയിരിക്കുന്ന ഇടത്ത് ഒരു പക്ഷേ നിന്റെ തലമുറ ആമേ ഹല്ലേലൂയ കോളേജിലായിരിക്കാം, ഹോസ്റ്റലിലായിരിക്കാം, വിദേശത്തായിരിക്കാം, നിന്റെ പ്രിയപ്പെട്ടവൻ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു പക്ഷേ ആമേ USA-യിലായിരിക്കാം, ആമേ ഹല്ലേലൂയ, ഒരു പക്ഷേ യൂറോപ്യൻ കൺട്രികളിലായിരിക്കാം. എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന സ്നേഹിത, കൈവിട്ടു പോയെന്ന് പറഞ്ഞ് വിഷയത്തെ മാറ്റിക്കളയരുത്. കർത്താവ് വരുന്നുണ്ട്, കർത്താവ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ കൊട്ടാരം വിട്ട് അവൻ യേശുവിന്റെ പുറകെ വന്നെങ്കിൽ ആമേ മകന്റെ വിഷയമാണ്. ഇന്ന് പകലിൽ കുടുംബങ്ങൾ, കുടുംബ ജീവിതങ്ങൾ നഷ്ടപ്പെട്ട് നിന്റെ ജീവിതത്തിൽ ഇനി ഒരു സാധ്യത ഇല്ലെന്ന് ആമേ ലോകം നിനക്കെതിരെ വിധി എഴുതിയെങ്കിൽ ഉറപ്പോടെ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയോ, യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥ മാറ്റുവാൻ. ആ മരണവിഷയത്തെ അതിന്റെ കുടുംബത്തിൽ നിന്ന് അടിച്ചു മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയോ. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മരണത്തെ ജയിച്ച ഒരുവനാ എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചടക്കപ്പെട്ട് ശവക്കുഴിക്കകത്ത്, കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു യേശുവിനെ അല്ല സ്നേഹിത ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. ആമേ, 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും റോമൻ പടയാളികൾ ആമേ ഇട്ടുവെച്ച ഇമ്പീരിയൽ മുദ്രയെയും അതിൻ്റെ മുകളിൽ ഉരുട്ടി വെച്ച കല്ലിനെയും ഉരുട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അത് എനിക്ക് വേണ്ടിയാ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയാ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ. എൻ്റെ വിഷയത്തെ ലോകത്തിന് പരിഹരിപ്പാൻ കഴിയത്തില്ല, ഒരു മന്ത്രവാദിക്കും പരിഹരിപ്പാൻ കഴിയത്തില്ല. യേശുവിന് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ആമേ പ്രിയ ദൈവജനമേ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മോർദെഖായിക്കെതിരെ ഹാമാൻ അഴിച്ചുവിട്ട ചില പ്രതിസന്ധികളെ നോക്കുമ്പോൾ ആമേ സ്തോത്രം, പ്രാർത്ഥിക്കുന്ന മോർദെഖായി ഒരിടത്തും തോറ്റുപോയിട്ടില്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു ദൈവദാസനെ ദൈവം നിനക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നീ എത്ര കിലോമീറ്റർ അകലെ കടന്നാലോ ആമേ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ
കൈവിട്ടുപോയ ചില പ്രതിസന്ധികൾ നിന്റെ തലമുറ അനുഭവിക്കേണ്ടത്, നിന്റെ കുടുംബം അനുഭവിക്കേണ്ടത്, ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി നിന്റെ മകളുടെ ഭാവിയെ, അവിടെ ജീവിതത്തെ, അവിടെ തൊഴിൽ മേഖലകളെ അടച്ചു വെച്ച ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു മോർദെഖായി ഉണ്ടെങ്കിൽ എസ്തേറിനെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയോ? ഒരു കാരണം കൂടാതെ ദൈവം ഒരു ദൈവദാസനെ നിന്റെ പടിപ്പുരയ്ക്കകത്ത് കൊണ്ടുവരത്തില്ല. ദൈവം ഒരുവനെ നിന്റെ പടിപ്പുരയ്ക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സമയമാണ്. ഒരു മോർദെഖായിക്കും ഒരു ആഭിചാരകനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68 അധ്യായം അതിൻ്റെ 20 വചനം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 68 20 വാക്യം വായിച്ചേ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളവ. ഹലോ, ഇത് കേക്ക് വായിച്ചേ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിലുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാകുന്നു. ഹലോ, ഈ സന്ദേശം കേൾക്കുന്ന രാജവൃത്യ, ഇതേ അവസ്ഥയിലിരിക്കുന്ന പ്രിയ പിതാവേ, മാതാവേ, മരണത്തിന്റെ നീക്കുപോക്ക് ഇവിടത്തെ ഡോക്ടറുടെ കയ്യിലല്ല, ഇവിടത്തെ സ്കാനിങ്ങിന്റെ കയ്യിലല്ല, ഈ ലോകത്തിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ളതല്ല. മരണത്തിന്റെ നീക്കുപോക്ക് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിനുള്ളതാ. നിന്റെ ആയുസിനെ നീട്ടണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഇനി മുന്നറിയിപ്പ് ദൈവം തരും, ഇല്ലേ? ആമേൻ. ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ആമോസിന്റെ മകനായ യെശയ്യാവിനെ ദൈവം പറഞ്ഞു വിട്ടൊരു ദൂത് പറയിച്ചു. എന്താ ദൂത്? ഹിസ്കിയ രാജാവേ, താങ്കൾ മരിക്കും, മരിക്കത്തക്ക രോഗമാ പിടിപെട്ടിരിക്കുന്നേ. എടാ, ചാകാൻ കിടക്കുന്ന ഒരുത്തിനോട് നീ മരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാ പ്രതികരിക്കുന്നേ? സ്തോത്രം. രാജാവ് ദൂത് ഏറ്റെടുത്തു. ഇനി ഒരു പാസ്റ്ററയോ ഒരു പ്രവാചകനെയോ തൻ്റെ മുമ്പിൽ വരുത്തി പ്രാർത്ഥിക്കേണ്ട ടൈം തൻ്റെ മുമ്പിലില്ല. അവസരങ്ങൾ പലർക്കും പലപ്പോഴും ലഭിച്ചിട്ടും അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ വണ്ണം സാഹചര്യം എത്തി നിൽക്കുമ്പോൾ അവസാന നിമിഷം നീ വിളിച്ചാൽ ദൈവം കേൾക്കത്തില്ല. കാരണം എത്രയോ നാളുകൾക്ക് മുമ്പ് എൻ്റെ ദാസന്മാരിൽ കൂടി, എൻ്റെ ദാസിമാരിൽ കൂടി നിന്നോട് പറയിച്ച ചില പ്രവചനങ്ങൾ, ദൂതുകൾ ഇന്ന് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. കർത്താവ് പറയിച്ചു, നീ മരിക്കും, മരിക്കത്തക്ക രോഗമാണ് നിന്നെ പിടിച്ചിരിക്കുന്നേ. അതുകൊണ്ട് ഗ്രഹകാര്യം ക്രമത്തിലാക്കണം. എന്താണ് ഗ്രഹകാര്യം? നിന്റെ ജീവിതത്തിൽ നാളിതു മുതലുള്ള വിഷയത്തെ നീ ഒന്ന് ഓർത്ത് ദൈവസന്നിൽ പശ്ചാത്തപിച്ച് നിന്റെ കുറവുകളൊന്ന് ഏറ്റു പറയാൻ തയ്യാറായാൽ ഒരുപക്ഷെ ആയുസ് അവസരം ദൈവം നീട്ടിത്തരും. ഇവിടെ ഈ അപ്പൻ കൊണ്ടുവന്ന വിഷയം എന്നതാ? മരണ വിഷയം. ആരുടെ? തൻ്റെ മകന്റെ വിഷയം. ഈ ലോകത്തിൽ ആർക്കും ഈ കുഞ്ഞിന്റെ അസുഖത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. ദൈവം ഹിസ്കിയാവിന്റെ അടുക്കൽ മരണം മുഖാമുഖമായി നിൽക്കുമ്പോൾ ഒറ്റ പ്രവചനദൂത്. എന്താണ് ആ പ്രവചനദൂത്? ഹിസ്കിയാവേ, നീ മരിക്കും, മരിക്കത്തക്ക രോഗം നിന്നെ പിടിപെട്ടിരിക്കുന്നു. ആയതിനാൽ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു ചാൻസ് ഇല്ല, ഇനി ഒരു പ്രാർത്ഥന നടത്തേണ്ട സമയം മുമ്പിലില്ല. വിശുദ്ധ ബൈബിൾ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിക്കുന്നു:
ഹിസ്കിയ രാജാവ് കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മുഖം ചുവരിലേക്ക് തിരിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. ദൂത് പറഞ്ഞ യെശയ്യാവ് തൻ്റെ മാളിക മുറിയിൽ നിന്നും പുറത്തിറങ്ങി പടി ചവിട്ടി 4 സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പരിശുദ്ധ ആത്മാവ് ആമേ സ്തോത്രം യെശയ്യാവിനോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിലെത്തി. തിരിച്ചു കയറി ചെന്ന് അവനോട് പറ, 15 സംവത്സരം അവൻ്റെ ആയുസ്സിന് ഞാൻ നീട്ടി. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ ഒരാൾ മരണകരമായ വിഷയത്തോട് മല്ലടിച്ചു കിടക്കുമ്പോൾ, ഈ ദൂത് നിന്റെ കുടുംബത്തിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ, മരണദൂതൻ നിന്റെ വീട് വിട്ട് ഇറങ്ങാൻ പോകുകയാ. ആ മരണബന്ധന കെട്ട് ഇന്ന് പകലിൽ അഴിയാൻ പോകുകയാ. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് സ്തോത്രം പ്രാർത്ഥിക്കുന്നൊരു മോർത്തക്കായി ഉണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ ദൈവം മാറ്റിവിടും. വായിക്കാം 1 ശമൂവേൽ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വേഗത്തിൽ വായിച്ചേ. 1 ശമൂവേൽ പ്രവചനം 25-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിച്ചേ. മനുഷ്യൻ പിന്നെയും പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റു വന്നാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഹലോ, നിനക്കെതിരെ വരുന്ന ചില വിപത്തുകൾ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. കരമടിച്ച് കർത്താവിന് സ്തോത്രം പറ. ആമേ, ചില പ്രതിസന്ധികൾ, ആമേ, ചില വെല്ലുവിളികൾ യേശുവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. ഇന്ന് പകൽ ചിലത് ഒഴിഞ്ഞു പോകും. ആമേ, നിനക്കെതിരെ വെല്ലുവിളിച്ച് തല ഉയർത്തി നിന്ന ചില പ്രശ്നങ്ങൾ, അത് കടബാധ്യതയാകട്ടെ, രോഗശക്തിയാകട്ടെ, നേർച്ചകളാകട്ടെ, ഇന്ന് പകൽ ഒഴിഞ്ഞു പോകട്ടെ. ദൈവമക്കൾ വിശ്വാസത്തോടുകൂടി കരമടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാല ഡിനോമിനേഷൻ നോക്കി വിടുവിക്കുന്ന ദൈവമല്ല. ഈ ഭൂമിയിൽ ഒത്തിരി സഭകളുണ്ട്, ഒത്തിരി ബോർഡുകളുണ്ട്. ഈ ബോർഡ് നോക്കി ദൈവം വിടുവിക്കുന്നവനല്ല. കത്തോലിക്കക്കാരെന്നോ CSI-കാരനെന്നോ മർത്തോമക്കാരെന്നോ പെന്തിക്കോസ്തുകാരനെന്നോ ഇൻഡിപെൻഡന്റുകാരനാണെന്നോ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽ ഹൃദയം നുറങ്ങി, യേശുവേ എന്നെ സഹായിക്കണമേ, എൻ്റെ വിഷയം ഇന്നതാ, ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ രാജവൃത്യൻ കണ്ണുനീരൊഴുകി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് അവൻ നിലവിളിക്കുകയാ, കർത്താവേ എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു വെളിപ്പാട് പറയാം. പിശാച് ഒരുക്കിയ ചില പദ്ധതികൾ ചില കുടുംബത്തിൽ നിന്ന് പൊളിഞ്ഞിറങ്ങാൻ പോകുകയാ. നിന്റെ തലമുറയെ പിടിച്ച് കുരുക്കിയിട്ടിരിക്കുന്ന ചില കുരുക്കുകൾ, നിന്റെ സാമ്പത്യത്തോടുകൂടി കുരുക്കിയിട്ടിരിക്കുന്ന ചില കുരുക്കുകൾ, നിന്നെ രോഗത്താൽ പിടിക്കപ്പെട്ട് കുരുക്കിയിട്ടിരിക്കുന്ന കുരുക്കുകൾ ഇന്ന് പകൽക്കാലം പൊട്ടി മാറുകയാ. ഞാൻ ആത്മാവിൽ അത് കാണുകയാണ്. ഞാൻ ആ വെളിപ്പാടിൽ ഹല്ലേലൂയ വിടുതൽ കാണുകയാണ്. എത്ര പേർ അത് സ്വീകരിക്കുന്നു എനിക്കറിയില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ രാജവൃത്തിനെ കുരുക്കിയിട്ട കുരുക്ക്, മരണബന്ധനമെന്ന കുരുക്ക്, ഇത് അഴിയുകയാ. കർത്താവിന്റെ ഒരു ശബ്ദം, ഒറ്റ വാക്ക്, ഹോ. പണ്ട് കല്യാണ വീട്ടിൽ അവൻ വന്നപ്പോൾ, യേശു കാനായിലെ കല്യാണ വീട്ടിൽ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് അവൻ കണ്ടു. യവൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നത് യേശുവിനെ കയ്യേലെ കൂട്ടി എന്ത് ചെയ്യാ, കയ്യോടെ പിടിച്ചോണ്ട്, എങ്ങനെ കയ്യോടെ പിടിച്ചോണ്ട്, സ്വത്രം പറഞ്ഞില്ല, വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്നാൽ രാജഭൃത്യനോട് കർത്താവ് പറഞ്ഞു, രാജഭൃത്യ, നിന്റെ വിഷയം മരണ വിഷയം എന്ന് എനിക്കറിയാം. പക്ഷേ നീ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയത് കണ്ടത് അത്ഭുതം കണ്ടിട്ടല്ലേ നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നത്? സ്തോത്രം പറഞ്ഞേ. അവന് വേറെ ഒന്നും പറയാനില്ല. കർത്താവേ, പൈതൽ മരിക്കുന്നതിന് മുമ്പ് വരേണമേ. സ്തോത്രം. യവൻ വീട്ടിൽ നിന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയത് യേശുവിനെയും കൂട്ടി വീട്ടിൽ കൊണ്ട്
വരണമെന്നാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വരേണ്ട കാര്യമില്ല, പക്ഷേ ഒറ്റ വാക്ക് പറഞ്ഞു, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞത് 7 മണി. ഞാൻ പറയാം, ഈ രാജഭൃത്യനും യേശു ഇപ്പം നിൽക്കുന്ന സ്ഥലം എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദിവസം 24 മണിക്കൂർ യാത്ര ചെയ്തു പോകണം. ആമേൻ. 7 മണിക്ക് ദൂത് പറയുന്നു. ഇവൻ വീട്ടിലേക്ക് തിരിച്ച് പകുതി വഴി എത്തുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, മകൻ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം പറ. കൊണ്ടുവന്ന വിഷയത്തെ ദൈവം ഇന്ന് വിടുവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചിലരുടെ ജീവന്റെ മേൽ ദൈവം ഒരു വിടുതൽ അയച്ചു കഴിഞ്ഞു. ചില ശരീരങ്ങളിൽ മറഞ്ഞിരിക്കുന്ന രോഗശക്തികൾ, രോഗാത്മാവിനെ യേശു പുറത്താക്കുകയാ. കരമടിക്കാൻ കഴിയുന്നുള്ളവർ കരമടിച്ചെന്ന് പകൽക്കാല അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നിന്റെ തലമുറയോടൊരു ദൂത് പറയാനുണ്ട്. അനേകം കുരുക്കിനകത്ത് നിന്റെ തലമുറയെ കുരുക്കിയിട്ട് നിന്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഇല്ലാതെ നിന്നെ ഒതുക്കി കെട്ടിവെച്ച ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എവിടെ പിശാച് വാ തുറന്നിട്ടുണ്ടോ, ദൈവം വചനം കൊണ്ട് അവൻ്റെ വായ അടപ്പിച്ചിട്ടുണ്ട്. എവിടെ നീ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ പിശാച് സൃഷ്ടിച്ചോ, ദൈവം നിന്നെ അവിടെ തല കുനിച്ച് നിർത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഒത്തിരി ഒത്തിരി ദൈവിക വിടുതലുകൾ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം തുറന്നു തന്നില്ലേ. വളരെ ഭാരത്തോടെ, വേദനയോടെ, വളരെ നിരാശയോടുകൂടെ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ആരും എന്നെ സഹായിപ്പാനില്ല, എന്ത് ചെയ്യും? എൻ്റെ വിഷയം ജപ്തിയിലേക്ക് പോയിരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ, വടശ്ശേരിക്കര ചിറ്റാർ എന്ന ദേശത്ത് ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നെ ഒരു സഹോദരൻ, ബിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ സഹോദരൻ ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ഒരമ്മ ചില ദിവസങ്ങൾക്ക് മുമ്പ് കോന്നി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് അവരുടെ മൂത്ത മകൻ രാജു ബ്രദർ എന്നെ വിളിച്ചു. അമ്മ അല്പം ക്രിട്ടിക്കൽ സ്റ്റേജാണ്, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാമോ? ഞാൻ പറഞ്ഞു, സമയമായിട്ടില്ല, അമ്മയ്ക്ക് വിടുതലുണ്ട്. ഡോക്ടർ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മയെ കൊണ്ടുപോയി. എന്നാൽ ചില ദൈവദാസന്മാർ, ആ പ്രദേശത്തുള്ള ചില ദൈവദാസന്മാർ അമ്മയുടെ അരികിൽ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു, സമയമായി, അമ്മയ്ക്ക് യാത്ര പറഞ്ഞു പോകേണ്ട സമയമായി, അതുകൊണ്ട് ഇനി മറ്റൊന്നും നോക്കണ്ട. എന്നാൽ അടിയൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അമ്മ 3-4 ദിവസം അവിടെ കിടന്ന് വിടുതൽ പ്രാപിച്ച് കഴിഞ്ഞ ആഴ്ച പോകുമ്പോൾ അമ്മ കട്ടിൽ കിടന്ന് അമ്മ എഴുന്നേറ്റ് നടന്ന് വന്ന് ഹോളിൽ ഇട്ട കസേര വന്നിരുന്നപ്പോൾ ആ ഉച്ചിയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി അതിനേക്കാൾ ഒരു അത്ഭുതം അവിടെ നടന്നു. കാരണം ഈ യൂട്യൂബിൽ ഇത് കാണുമ്പോൾ ഇതെല്ലാം അവർക്ക് പോവുക. ആമേൻ. ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. ഇവരത് കാണും. കാരണം ഇതിനകത്തൊരു കള്ളം പറയാനില്ല. ദൈവം ചെയ്ത വിടുതല ഞാൻ പറയുന്നേ. 27 വർഷങ്ങൾക്ക് മുമ്പ് 24 സെന്റ് സ്ഥലവും ഒരു വീടും ഒരു ഹൈന്ദവ സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ കിടന്ന സ്ഥലം വിലയാധാരത്തിൽ വിലയ്ക്ക് വാങ്ങി. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളും കൊണ്ട് കേസ് കൊടുത്ത് ആ പ്രമാണം കള്ളപ്രമാണം ചെയ്ത് തിരിച്ചെഴുതി കേസ് കൊടുത്ത് ഇപ്പോൾ കേസ് അവർക്ക് വിധിയായി. ഇവരെ ഇറക്കി വിടുവാൻ പാസ്റ്ററെ തിങ്കളാഴ്ച ഞാൻ പോകുന്നു, ചൊവ്വാഴ്ച കോടതി നാൾ വരും, ഞങ്ങളെ ഇറക്കി വിടും, ഞങ്ങൾ എവിടെ പോകും? ആ മകനും അമ്മയും അലറി വിളിച്ച് കരഞ്ഞു. ഒരു നിമിഷം ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇതിനെന്തെങ്കിലും നീക്കുപോക്കുണ്ടോ? പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു, മോനെ ഇതിനകത്തൊരു നീക്കുപോക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ഷമോനോട് പറഞ്ഞു, ദൈവം ഒരു നീക്കുപോക്ക് അയച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാം. ഞാൻ അല്പം വെള്ളവും ഉപ്പും പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പോന്ന്.
ചൊവ്വാഴ്ച ദിവസം ജഡ്ജി വരുമെന്ന് പറഞ്ഞു, വന്നില്ല. കോടതി അന്ന് അവധിയായിരുന്നു. ആമേൻ. പിന്നീട് അറിയുന്നു ഇവരുടെ കേസ് ഹൈക്കോർട്ടിലേക്ക് APP മുഖാന്തരം കേസ് അങ്ങോട്ട് കൊടുത്തിട്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടോ? നിന്റെ തകർന്ന വിഷയമായി ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കേ. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ഏത് വിഷയമായാലും ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ നന്മയെ, നീ അനുഭവിക്കേണ്ട നന്മയെ, നീ അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ചില വിപത്തുകൾ ചില കുടുംബത്തിൽ നിന്ന്, ചില ഹാലിൽ തലമുറയിൽ നിന്ന് വിട്ടിറങ്ങുകയാ. നീ കണ്ണുനീരൊഴുകി, നീ വില കൊടുത്ത് 27 വർഷമായി നീ പരദേശിയായി പാർക്കുന്ന നിന്റെ വീട് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കാരണം ദൈവം തിരിച്ചു നിനക്ക് തരും. ആ വീടും വീടിരിക്കുന്ന സ്ഥലവും നിന്റെ പേരിൽ ദൈവം പതിക്കാ. ഉറപ്പോടെ ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും. ഒരിക്കൽ ദാവീദ് അപ്പന്റെ ആടുകളെ കാട്ടിൽ വിട്ട് ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കരടിയും ഒരു സിംഹവും ശബ്ദമിട്ട് അലറി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ അടുത്ത് നിന്ന് ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന നാട്ടിടയന്മാർ ഓടി മരത്തിൽ കയറി ഒളിക്കുന്നുണ്ട്. പലരും ഓടി മറയുന്നുണ്ട്. അവർ ദാവീദിനോട് വിളിച്ചു പറയാ, ദാവീദേ, നീ ഈ ആട്ടിടയ ചെറുക്കനായി കാട്ടിൽ വന്നത് നിനക്ക് വളരെ പാരമ്പര്യക്കുറവാ. 50 വർഷം ആടി മേച്ചവനാ കാട്ടിനകത്ത്. എനിക്കറിയാം സിംഹത്തിൻ്റെയും കരടിയുടെയും പവർ എന്തെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറി ഒളിക്കാൻ പറഞ്ഞു. എന്നാൽ ദാവീദ് പറഞ്ഞു, എൻ്റെ മേലൊരു അഭിഷേകം കിടപ്പുണ്ട്, എൻ്റെ മേലൊരു വിളി കിടപ്പുണ്ട്, എന്നെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. ഈശായുടെ വീട്ടിൽ വെച്ച് ശമൂവേൽ വഴി തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ആ തൈലക്കൊമ്പ് പൊട്ടിച്ച് ദാവീദിന് അഭിഷേകം ചെയ്തത് സാധാരണ ഒരാട്ടിടയനായിട്ടല്ല. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവവൈതലേ, ദൈവകൃപ പ്രാപിച്ച നിന്നെ തൊടുവാൻ, നിന്റെ ശരീരത്തെ തൊടുവാൻ ഒരു രോഗത്തിന് കഴിയത്തില്ല. ഒരു ക്യാൻസർ നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു മഞ്ഞപ്പിത്തത്തിന് തൊടാൻ പറ്റത്തില്ല. കാരണം യേശുവിന്റെ രക്തം നിന്റെ ശരീരത്തിൽ ഒഴുകാൻ പോകുകയാ. പ്രാർത്ഥിച്ച കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? കിണറ്റിൽ കിടക്കുന്ന പൈപ്പിൽ കൂടി വരുന്ന പച്ചവെള്ളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. പക്ഷെ കൽപ്പിക്കേണ്ടവൻ ഇറങ്ങി കൽപ്പിച്ചാൽ അതിൻ്റെ ഗുണം മാറും. മഞ്ഞപ്പിത്തം മാറും, പകർച്ചവ്യാധികൾ മാറും, ക്യാൻസർ മാറും, ട്യൂമർ മാറും. കരം അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്നു, ചിലത് ഒഴിഞ്ഞു പോകും. ചില ശരീരം വിട്ട്, ചില കുടുംബം വിട്ട് ചിലത് ഒഴിഞ്ഞു പോകും. ചില വിപത്തുകൾ ഒഴിഞ്ഞു പോകും. നിന്റെ തലമുറയ്ക്കെതിരെ അടിച്ചുവിട്ടത്, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചില ദുഷ്ട വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. ഇടയന്മാർ പറയാ, 40 വർഷം ഞങ്ങള് ഈ മരുഭൂമിയിൽ ആടിമേച്ചതാ. നിനക്ക് ആടിമേച്ചുള്ള പക്വത പ്രായം കുറവാ. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ ഓടിക്കൊള്ളാൻ. കൃപ പ്രാപിച്ചവൻ പറയുക, സ്തോത്രം, ഞാൻ കണ്ടിറങ്ങിയത് ദൈവത്തെ നോക്കിയ, ഞാൻ ഇറങ്ങിയത് ലോകത്തെ നോക്കിയല്ല, എൻ്റെ ദൈവത്തെ നോക്കിയ. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയുക? നീ ഭാരത്തോടെ സങ്കടത്തോടെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചില വിഷയങ്ങൾ തിരിച്ചിതിനകത്തുനിന്ന് അതുപോലെ കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകലിൽ ഹല്ലേലൂയ ചില കുടുംബങ്ങളിൽ ആ പുറകിലിരിക്കുന്ന ബ്രദറിനെ എനിക്കറിയത്തില്ല. നിന്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ചില പ്രതിസന്ധികൾ ഹല്ലേലൂയ ചില ദിവസങ്ങൾ കൊണ്ട് ഹല്ലേലൂയ നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. 4 പുറത്ത് നിന്നെ ഞെരുക്കി വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ട് ഏതോ വിഷയത്താൽ നിനക്കൊരു മറുപടി ഇല്ലാതെ നീ പൊട്ടി പൊട്ടി അലറി വിളിച്ച് കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി ദൈവം ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാ.
ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒത്തിരി കരഞ്ഞവളല്ലേ, ഒത്തിരി കണ്ണുനീർ ഒഴുക്കിയവളല്ലേ, ഇപ്പോഴും വിട്ടുമാറാതെ നീ ഭാരപ്പെട്ടുകൊണ്ടല്ലേ ഇതിനകത്ത് വന്നത്. ആമേൻ, സ്തോത്രം. നീ വന്നത് എൻ്റെ യേശു കണ്ടു. നിന്റെ വിഷയം, നിന്റെ ആവശ്യം യേശു കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഭാരത്തോടെ കണ്ണുനീരോടെ ഇതിനകത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതുവരെ നിന്റെ നന്മയെ, നിന്റെ വിടുതലുകളെ പിശാച് കടിച്ചു തൂങ്ങി കിടന്ന മേഖലകളിൽ ചിലതിനെ അറുത്തു മാറ്റി ഇന്ന് പകൽക്കാലം തിരിച്ചൊരു മറുപടി ദൈവം നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം അയച്ച് മാനിക്കാൻ പോകുകയോ. കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തേ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ദുഷ്ടൻ 99% നിന്റെ വിടുതലിനെ മറച്ചു വെച്ചെങ്കിൽ 100% അടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 100% വിടുതല. രാജവൃത്യൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശദൂത് അവനോട് പറഞ്ഞപ്പോൾ അവന്റെ വീട്ടിൽ നാള് വന്നു. രാജവൃത്യൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. കുഞ്ഞ് വെള്ളം കുടിച്ചോ, ആഹാരം കഴിച്ചോ, കഞ്ഞി കുടിച്ചോ, ബിസ്ക്കറ്റ് കഴിച്ചോ എന്നല്ല ചോദിച്ചേ. അവന് ഭേദമെന്ന സമയം, ഭേദമെന്ന നാഴിക ചോദിച്ചപ്പോൾ ഇന്നലെ 7 മണിക്ക് പനി വിട്ടു മാറിയെന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഈ ദൂത് എത്ര സമയമുണ്ടോ, അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഈ സന്ദേശമുണ്ടോ, ഇത് കേട്ട് കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ ഒരു വിടുതൽ ദൈവം അയക്കാൻ പോകുകയാ. വിശ്വാസത്തോടെ കരമടിച്ച് ചാടി വേഗത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാ. കടിച്ചു തൂങ്ങിക്കിടന്ന ചില വിപത്തുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറും. ലോകത്തിൽ നിനക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഓടി വരുവാൻ പറ്റിയ ഇടമാണ് ദൈവത്തിന്റെ സന്നിധി. ഈ രാജവൃത്യൻ യേശുവിൻ്റെ അടുക്കൽ അവൻ ഓടി വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തോടെ നിങ്ങൾ വന്നുവോ ആ വിഷയത്തിൽ ഒരു വിടുതൽ ദൈവം അയക്കാൻ പോകുകയാ. ആമേൻ, സ്തോത്രം. എല്ലാവർക്കും മുൻപോട്ട് കയറി നിൽക്കാം. എല്ലാവർക്കും ആ കസേരകൾ വിട്ട് മുൻപോട്ട് കയറി നിൽക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറി വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. യെസ്. കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാതകന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാതകന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഓ യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രയരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. എല്ലാവരും കരമടിച്ച് ദൈവത്തിന് അല്പസമയം കൂടി ആരാധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിങ്ങളെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ തിരിച്ച് വെറും കൈയോടെ പറഞ്ഞയക്കുന്നവനല്ല എൻ്റെ ദൈവം. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാകയാൽ എല്ലാ ദൈവമക്കളും അന്യഭാഷകൾ ലഭിച്ചവർ അന്യഭാഷകളിൽ അല്ലാത്തവർ യേശുവിന്റെ രക്തം ജയം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചാട്ടെ.